ഹലോ, എൻ്റെ പേര് നിവ്യ വിൽസൺ. ഞാനൊരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ആണ്. ആസ് എ ഹ്യൂമൻ ബീങ് നമുക്കൊരു വിഷമം വന്നാലോ, സന്തോഷം വന്നാലോ, അല്ലെങ്കിൽ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിലോ, വേദനിക്കുന്നുണ്ടെങ്കിലോ മറ്റുള്ളവരായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ സംസാര ഭാഷാ വൈകല്യങ്ങളുള്ള അത് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, അവർക്കും അതേ ഫ്രസ്ട്രേഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക. ഏതെങ്കിലും രീതിയിൽ, അതായത് നല്ല രീതിയിൽ അവരെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുക. അതിപ്പോ സംസാരത്തിലൂടെ തന്നെ ആവണമെന്നില്ല, ആംഗ്യത്തിലൂടെയോ അല്ലെങ്കിൽ പോയിന്റിങ്ങിലൂടെയോ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് പിക്ചറിലൂടെ കാണിച്ച് അത് എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെയോ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നതാണ് ഒരു SLP എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ പേരൻസും പറയപ്പെടുന്നത് എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോള് അവൾ കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും സംസാരിച്ചോളും, അവളുടെ പ്രായമായി വരുന്നല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. അതൊക്കെ ഒരു മിസ്കൺസെപ്ഷൻ ആണ്. അവർക്ക് സ്പീച്ചിന് അല്ലെങ്കിൽ സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു SLPനെ അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിനെ കാണിക്കേണ്ടത് നിർബന്ധമാണ്. കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവർക്കും നമുക്ക് സ്പീച്ച് തെറപ്പി ചെയ്യാവുന്നതാണ്. ഏർലി ഐഡന്റിഫിക്കേഷൻ തന്നെയായിരിക്കും ഏർലി ഇന്റർവെൻഷന് കാരണമായിട്ട് വരിക. ആദ്യമേ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ തന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റും അതുപോലെ തന്നെ ഇന്റർവെൻഷനും കൊടുത്ത് പ്രോബ്ലംസ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്.